ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കോബാർ കോർണിഷിൻ്റെ വേറൊരു ഭാഗത്തേക്കാണ് നമ്മൾ പോയത്. വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഐശുവിനെയും ആസിഫിനൊക്കെ ആയിട്ട് അവർക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടക്കാൻ ഇറങ്ങി. നല്ല രസമായിട്ടുള്ള നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കോബാർ നമുക്ക് കാണാൻ ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നാഷണൽ ഡേനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഫുൾ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല അട്രാക്റ്റീവാണ്. അതിൻ്റെ ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. അതേപോലെ ഗ്രീൻ ലൈറ്റും അതുപോലെ തന്നെ ഗ്രീൻ ലൈറ്റ് ആ മോണുമെൻറ്റിന് മുകളിൽ അടിച്ച് വരുന്ന അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ആ വ്യൂസ് വളരെ നല്ല വ്യൂ ആണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ചിൽഡ്രൻസ് പ്ലേ ഏരിയയുടെ അടുത്തായിട്ട് നല്ല ഒരു വാട്ടർ ഫൗണ്ടൻ നിങ്ങൾക്ക് കാണാം. അത് വലിയൊരു നല്ല ഹൈറ്റിൽ പോകുന്നില്ല, പക്ഷേ എങ്കിലും കുട്ടികൾക്ക് അതിൻ്റെ ഇടയിൽ കയറി കളിക്കാനും അതുപോലെ തന്നെ കുട്ടികൾ അതിൻ്റെ ഇടയിൽ അവർക്ക് വെള്ളം നനയാനും ആ ഒരു ഡിഫറെൻറ്റ് കളേഴ്സിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊന്തി വന്ന് അതിങ്ങനെ അവരെ തലയിലേക്ക് വീണ് കളിക്കാനും നിങ്ങൾക്ക് കാണുന്ന പോലെ ഒരുപാട് കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ആയിഷും ആസിഫും അവരുടെ ആ ഒരു പ്ലേ ഏരിയയിലായിരുന്നു. അവർ ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളിങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സൈഡിലേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വന്നത്. അപ്പോഴാണ് ഞങ്ങളിതിങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ തിരിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ ഇതാണ് നിങ്ങൾക്ക് നല്ല ആ ഒരു ലൈറ്റിൻ്റെ അട്രാക്ഷൻ, കോബാറിലെ കോർണിഷിൻ്റെ ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ല. ശരിക്കും അത് നിങ്ങൾ വന്ന് നേരിട്ട് അനുഭവിക്കേണ്ട ഒരു സംഗതിയാണ്. വളരെ രസമായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും, പ്രത്യേകിച്ച് ഒരു വീക്കെൻഡ് അല്ലെങ്കിൽ നൈറ്റ് വ്യൂ ഒക്കെ വളരെ രസമായിട്ടുണ്ട്. എല്ലാവർക്കും വെൽക്കം ടു കോബാർ.